ഹായ് കൂട്ടുകാരെ, നമുക്കിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അതിന് പച്ചരി 4 മണിക്കൂർ വെള്ളത്തിയിട്ട് നല്ലതായിട്ട് കുതിർത്ത് വാരി നല്ല കഴുകി വൃത്തിയാക്കി അതിനകത്ത് ശർക്കര, ആവശ്യത്തിന് ശർക്കരയും അതിനകത്തൊരു പഴവും ഞാൻ ചേർത്തിട്ടുള്ളത്, പഴവും കൂടെ നല്ലോണം മിക്സിയിൽ അരയ്ക്കണമെന്ന് വെച്ചാൽ പേസ്റ്റായിട്ട് അരയ്ക്കേണ്ട, കുറച്ച് തരി വേണം, ചെറിയ തരിയായിട്ട് അരച്ച് നമ്മൾ അതിനകത്ത് സോഡാപ്പൊടിയും കൊണ്ടിട്ട്, ഇതാണ് എൻ്റെ പരുവം. ഒത്തിരി അങ്ങ് വെള്ളം ആവരുത്, എന്നാൽ ഒത്തിരി കട്ടിയാവരുത്. ഓക്കെ, നമ്മൾ സോഡാപ്പൊടി ഇട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കും. ഒരു മണിക്കൂർ, അരമണിക്കൂർ. അന്നേരം തന്നെ ഉണ്ടാക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. ഇതിപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞ് ഞാനതെടുത്ത് നമ്മൾ തേങ്ങാക്കൊത്തില്ലേ, തേങ്ങാക്കൊത്ത് നെയ്ക്കകത്ത് വറുത്ത് നമ്മളതിനകത്തിട്ട് മിക്സ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഉണ്ണിയപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച്, ഇത് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത്. വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചാൽ മതി. പിന്നെ നമ്മൾ തേങ്ങ വറുത്തില്ലേ, നെയ്യ്, അതും കൂടെ അതിനകത്ത് ഒഴിച്ചേക്കണം. അപ്പോൾ അന്നേരം നല്ല ഒരു ടേസ്റ്റും ഫ്ലേവറും കിട്ടും. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, പിന്നെ നമ്മൾ ഉണ്ണിയപ്പത്തിൻ്റെ മാവ് തയ്യാറാക്കുമ്പോഴേ നമുക്ക് ഏലക്ക പൊടി ചേർക്കാം, ഏലക്ക പൊടിച്ച് ചേർക്കാം, ചെറിയ ജീരകം ചേർക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം, നല്ല ഫ്ലേവർ കിട്ടും അതൊക്കെ ചേർക്കുവാണെങ്കിൽ. ഓക്കെ, അങ്ങനെ നമ്മളത് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ നമ്മൾ മാവ് കുറേശ്ശെ കോരി ഒഴിച്ച്, തീ കുറച്ച് എണ്ണ കോരി ഒഴിച്ച് ഇതൊന്ന് തേച്ച് മറിച്ചുമൊക്കെ ഇട്ട് മൂപ്പിച്ചെടുക്കുക. അങ്ങനെ നമ്മളെല്ലാം ഉണ്ണിയപ്പച്ചട്ടി കോരി ഒഴിച്ച് ഉണ്ണിയപ്പാക്കിയെടുത്ത്. എല്ലാവരും ഹാപ്പി ആയിരിക്കുന്ന കൂട്ടുകാരെ, സന്തോഷമായിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. ഓക്കെ, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.